നോക്കൂ, നിങ്ങൾക്ക് വ്യാജമായ കുങ്കുമപ്പൂ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. ഇനിയും ഇത് നല്ല കളറ് വരും. നമ്മൾക്ക് ഇത് ഏകദേശം 20 മിനിറ്റോളമായി. ഇപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായി കളറ് ഇതിൽ ഡൈല്യൂട്ട് ആയിട്ടില്ല. ഇത് യഥാർത്ഥ ഒറിജിനൽ സഫ്രോൺ എങ്ങനെയായിരിക്കും? ഇത് ഫുള്ള് പ്രോസസ്ഡ് സഫ്രോണാണ്. കളറ് വ്യത്യാസമാണ്. ഗ്രേഡിങ്ങും കഴിഞ്ഞത്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് നമ്മൾ ഗ്രേഡിങ് ചെയ്യാത്തതാണ്. പ്രോസസ്സ് ചെയ്തിട്ടില്ല, ഗ്രേഡിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ കണ്ടോ, കളറ് കണ്ടോ, വ്യത്യാസം കണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഗർഭിണികൾ ഇത് ധാരാളം കഴിക്കുന്നതെന്ന് വെച്ചാൽ നിറം വരുന്നു എന്നുള്ളതാണ്. നിറം വയ്ക്കാനുള്ള ഒരു പ്രത്യേക ഏജൻറ്റ് ഇതിൽ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നിറം വയ്ക്കാനുള്ള ഒത്തിരി ഘടകങ്ങൾ ഇതിലുണ്ട്. ഇത് 1 ഗ്രാം സഫ്രോണാണ് നമുക്കുള്ളത്. ഈ 1 ഗ്രാം സഫ്രോണിന് 600 രൂപയാണ് വില വരുന്നത്. ഇത് 4 ഗ്രാമിൻ്റെ ബോക്സാണ്. 2400 രൂപയാണ് ഇതിൻ്റെ വില. പീരീഡ്സ് സമയങ്ങളിലെല്ലാം സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഏജൻറ്റ് സഫ്രോണുകളുണ്ട്. ഇതാണ് നമ്മുടെ കുങ്കുമപ്പൂവ്. ഇത് ഫുള്ള് പ്രോസസ്ഡ് സഫ്രോണാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് വ്യത്യാസമാണ്. കളറിലും സ്മെല്ലിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫുള്ള് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും, നല്ല സ്മൂത്തായിട്ട്. ഫ്ലവർ ഡ്രൈ ആക്കിയതാണ്. സഫ്രോൺ ഫ്ലവർ ഡ്രൈ ആക്കിയതാണ്. സാമ്പിളിന് വേണ്ടി വെച്ചാണ് നമ്മളെല്ലാം വിറ്റ്. ഇത് സഫ്രോണ് അൺപ്രോസസ്ഡ് കണ്ടോ. പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. സ്മെല്ല് വന്നില്ലേ? ഇതിനി പ്രോസസ്സ് ചെയ്യാനുണ്ട്, പ്രോസസ്സ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബ്രാൻഡ് വയൻസ. ഇതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തത്. പ്രോസസ്സ് ചെയ്ത സഫ്രോൺ ഉണ്ട്. ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അൺപ്രോസസ്ഡ് ഇപ്പം നമ്മൾ കണ്ടില്ലേ കുറച്ച് നേരത്തെ? അതാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം വരുന്നത് പ്രോസസ്സിങ്ങിലാണ്. അത് നിലവിൽ അതിന് കളറുണ്ട്, പക്ഷേ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റിഗ്മ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റിഗ്മയിൽ നിന്ന് നമ്മൾ കറക്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഇതിന് ഷേപ്പും സ്മെല്ലും ഒക്കെ എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഗ്രേഡിങ്ങും കഴിഞ്ഞത്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, മനസ്സിലായോ? ഇത് ഗ്രേഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇത് കൊടുക്കാൻ സാധിക്കും. ഇത് നീ കാണിച്ചു തരാം. ഇത് നമ്മൾ ഗ്രേഡിങ് ചെയ്യാത്തതാണ്, പ്രോസസ്സ് ചെയ്തിട്ടില്ല, ഗ്രേഡിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ കണ്ടോ, കളറ് കണ്ടോ, വ്യത്യാസം കണ്ടോ? 2 കളറുണ്ട് കണ്ടോ. പക്ഷേ ഇത് ഗ്രേഡിങ് ചെയ്ത് ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒറ്റ കളറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും നമുക്ക് കണ്ടോ. ഇപ്പോൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം പോലെ തോന്നും കണ്ടോ. പക്ഷേ ഇത് ഗ്രേഡിങ് ചെയ്ത് ഇന്ന് വരുമ്പോൾ കുറച്ചും കൂടി വലിപ്പ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിലവിൽ തോന്നുമ്പോൾ അത് ചെറുതുപോലെ തോന്നും. കാരണം വെച്ചാൽ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് കണ്ടോ. ഇത് അതും ഡ്രൈ തന്നെയാണ്. പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് കറക്റ്റ് യഥാർത്ഥ കളർ വരുന്നത്. അതിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് ഇപ്പോൾ വരുന്നത്. ബ്രൗണും കുറച്ച് അല്പം വൈറ്റും ഉണ്ട്, യെല്ലോയും ഉണ്ട് അല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾക്ക് റെഡ് യെല്ലോ കളറായിട്ട് വരും. അപ്പോൾ വളരെ ചുരുക്കം കസ്റ്റമറിന് അൺപ്രോസസ്ഡ് വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കും. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അൺപ്രോസസ്ഡ്? പ്രോസസ്ഡ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു അൺപ്രോസസ്ഡ് വാങ്ങും. അവർക്ക് ഭംഗി വേണ്ട, ഭംഗി കൂട്ടാൻ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾക്ക് വ്യാജമായ കുങ്കുമപ്പൂ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് 2, 3, 4 നമ്മൾ ഇടുന്നു. എത്ര സമയം കൊണ്ടാണ് ഇത് ഡൈല്യൂട്ട് ആവുന്നത്, അതായത് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ സാവധാനമായിരിക്കും ഇതിൻ്റെ കളർ ചേഞ്ച് വരിക. അപ്പോൾ ഓരോരുത്തർക്കും വാങ്ങി കഴിഞ്ഞ് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇതേ രീതിയിലും വ്യാജന്മാരുണ്ട്. എന്നിരുന്നാലും ഒരു പരിധി വരെ വ്യാജമായ കുങ്കുമപ്പൂവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ രീതിയിലാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ നമ്മൾ കുങ്കുമം പൊടിച്ചതല്ല, പൊടിക്കാത്തത്, അതിന് എത്ര സമയം കൊണ്ടാണ് ഇത് ഡൈല്യൂട്ടായി കഴിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സ്ലോലിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് ഇത് കൊണ്ടുള്ള ഗുണഗണങ്ങൾ എന്നുള്ളത്. ഇത് കഴിച്ചാലുള്ള രാവിലെയും വൈകിട്ടും 2 എല്ല് 3 എല്ല് ഇതള വീതം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെയധികം
നിയന്ത്രിക്കുന്നതിന്, ലോ ബ്ലഡ് പ്രഷറുള്ളവർക്ക് പ്രത്യേകിച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോ സിസ്റ്റങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുള്ള വളരെയധികം ഏജൻറ്റ് ഈ സഫ്രോണിലുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ന്യൂറോ സിസ്റ്റം കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി കിട്ടുകയും കൂടുതലായി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചശക്തിക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു വസ്തുവാണ് നമ്മുടെ കുങ്കുമപ്പൂ. നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ഗ്രോത്തിനെ, അതിൻ്റെ സെല്ലുകളുടെ ഗ്രോത്തിനെ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ഈ കുങ്കുമപ്പൂ അഥവാ സഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വ്യാജമായ കുങ്കുമപ്പൂവ് വാങ്ങി കഴിക്കാതിരിക്കുകയും ഒറിജിനൽ തികച്ചും ശുദ്ധമായ കുങ്കുമപ്പൂ വാങ്ങി കഴിക്കാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് നമ്മൾ കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഗർഭിണികൾ ഇത് ധാരാളം കഴിക്കുന്നതെന്ന് വെച്ചാൽ നിറം വരുന്നു എന്നുള്ളതാണ്. നിറം വയ്ക്കാനുള്ള ഒരു പ്രത്യേക ഏജൻറ്റ് ഇതിൽ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നിറം വയ്ക്കാനുള്ള ഒത്തിരി ഘടകങ്ങൾ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് HB അഥവാ ഹീമോഗ്ലോബിനെ വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നതിന് സാധിക്കും. പ്രഗ്നൻ്റായ ഒരു സ്ത്രീയിൽ എപ്പോഴും ഹീമോഗ്ലോബിൻ അഥവാ HB കുറയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറയുന്ന ഘട്ടത്തിൽ ഇത് കഴിക്കുന്നവർക്കാണെങ്കിൽ ഹീമോഗ്ലോബിൻ സ്റ്റെബിലൈസ് ആവുകയും അതിൻ്റെ ഗുണങ്ങൾ ക്യാരിയിങ് ആയ കുട്ടിക്കും ഉദരത്തിലുള്ള കുട്ടിക്കും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയ്ക്കും ഒരുപോലെ പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് വെളുക്കും എന്ന് പറയുന്നത്. വെളുക്കുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ വെളുക്കാനുള്ള ഏജൻ്റല്ല, HB വർദ്ധിപ്പിക്കാനുള്ള ഏജൻ്റാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റായ സ്ത്രീകൾ കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. കഴിക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത് ഒറിജിനലാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്രയും സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ഒരു അല്ലി താഴേക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. കുറച്ച് നേരം സ്ലോലി കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഫുൾ കളർ വരുമ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റിലധികം സമയമെടുക്കും. ഇത് 1 ഗ്രാം സഫ്രോണാണ് നമുക്കുള്ളത്. ഈ 1 ഗ്രാം സഫ്രോണിന് 600 രൂപയാണ് വില വരുന്നത്. ഇത് 4 ഗ്രാമിൻ്റെ ബോക്സാണ്. 2400 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ അത് കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇനിയും ചേഞ്ച് മാറാനുണ്ട്. ഇത് ഫുള്ളി ഇതായി കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴോട്ട് പോകും. വീണ്ടും താഴോട്ടല്ല, ഇത് താഴോട്ട് പോകും. ഫുള്ളി ഇത് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ കിടക്കുന്ന സഫ്രോണ് താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടെ അതിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഗർഭിണികളാണ് കഴിക്കുന്നത് എങ്കിൽ ഇത് ചൂട് പാലിൽ, ഇളം ചൂടിൽ, കടുത്ത ചൂടിലല്ല, ഇളം ചൂടിൽ, നേരിയ ചൂട് ഉള്ള പാലിൽ ഒഴിച്ച് കഴിക്കുന്നത് ഉത്തമമാണ്. ഏകദേശം 10 മിനിറ്റിലധികം സമയമെടുക്കും നമുക്കിത് സഫ്രോൺ ഇതിൽ ഡൈല്യൂട്ടായി വരാനായിട്ട്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വൺസ് ഇത് ഡൈല്യൂട്ടായി കുറച്ച് വന്ന് ഇത് നമുക്കിത് സഫ്രോൺ താഴോട്ട് വന്നതിന് ശേഷം വെള്ളം കഴിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് 1 ഗ്ലാസ് കൂടെ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അത്രയും തന്നെ സമയമെടുത്ത് കഴിക്കാവുന്നതാണ്. 2 ഗ്ലാസ് വെള്ളം നമുക്കിതിൽ കഴിക്കാനായിട്ട് ഉപയോഗിക്കും. അമ്മിക്കുഴ അതിലിട്ട് കഴിഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞ് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഡൈല്യൂട്ടാവും. അപ്പോൾ അങ്ങനെ ഇത് കഴിക്കുന്നത് ഇതുപോലുള്ള ഗുണങ്ങൾക്ക് അൾഷിമേഴ്സ് വരുന്നത് വളരെയധികം ദീർഘിപ്പിക്കും. അതാണ് ന്യൂറോ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ന്യൂറോ സിസ്റ്റത്തെ ഉത്തേജനം ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അൾഷിമേഴ്സിൻ്റെ വരാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകളെ ഇത് നിർവീര്യമാക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട്. ഗ്രോത്ത് റേറ്റ് നിർവീര്യമാക്കാനായിട്ട്, സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ശക്തിയും ഈ സഫ്രോണിനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാത്തത്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ 1 കിലോ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമർ നിലവിലുണ്ട്. അപ്പോൾ അത്രയും ഇത് ഉപകാരപ്രദമായതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ വാങ്ങുന്നത്. അത് ബിസിനസ് ആവശ്യത്തിനായിട്ടല്ല അവർ വാങ്ങുന്നത്, അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ഗുണഗണങ്ങളുള്ള സഫ്രോണിനെ മലയാളികൾ ശരിക്കും പറയുന്ന എൻ്റെ ഉപയോഗം തിരിച്ചറിയുന്നില്ല എന്ന് തന്നെ പറയാം. ഗുണഗണങ്ങൾ തിരിച്ചറിയുന്നില്ല.
നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഫെസ്റ്റിവലിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലല്ല, കേരളത്തിലെ മിക്കവാറും അമ്പലങ്ങളിലും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡിഷിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ബിരിയാണിയിൽ, കൊഞ്ച് അഥവാ ചെമ്മീനിൽ എൻ്റെ ഡിഷുകളിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കളറിങ് ഏജൻ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കളർ കൊടുക്കാൻ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കളർ കൊടുക്കാനായിട്ട് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കോസ്മെറ്റിക്കാണ്. കോസ്മെറ്റിക് ഇതിൻ്റെ ഫ്ലവർ പോകുന്നത് കോസ്മെറ്റിക് ആയുർവേദശാലകളിലേക്കാണ് നമ്മളിപ്പോൾ കൊടുത്തത്. അപ്പോൾ ആയുർവേദശാലകളിൽ മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട്, വ്യത്യസ്ത രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ആണ് കൂടുതലായും ഇത് കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു മാർക്കറ്റാണ്. കൂടാതെ നമ്മുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഗ്നൻ്റ് ലേഡീസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും ഇത് വളരെ ഉപകാരം ചെയ്യും. എന്താ കാരണം ഹോർമോണൽ ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകം ഇതിലുണ്ട്. അപ്പോൾ പീരീഡ്സ് സമയങ്ങളിലെല്ലാം സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഏജൻറ്റ് സഫ്രോണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സഫ്രോൺ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. സ്ത്രീകൾ എന്നല്ല, എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസിനെ ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ഘടകം ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. ഇനിയും ഇത് നല്ല കളറ് വരും. നമ്മൾക്ക് ഇത് ഏകദേശം 20 മിനിറ്റോളമായി ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ നമ്മൾ 4 എതൾ കുങ്കുമപ്പൂത്തിൻ്റെ ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായി കളറ് ഇതിൽ ഡൈല്യൂട്ട് ആയിട്ടില്ല. ഇനിയും കളറ് മാറുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് അരമണിക്കൂറോളം പിടിക്കും പൂർണ്ണമായും ഇത് താഴ്ന്നു പോകണമെങ്കിൽ. ഇത് യഥാർത്ഥ ഒറിജിനൽ സഫ്രോൺ എങ്ങനെയായിരിക്കും